പാലക്കാട് നെന്മാറയിൽ 1 സെന്റ് ഭൂമി പോലും സ്വന്തമായില്ലാത്ത വയോധികയ്ക്ക് 1 ഏക്കർ സ്ഥലമുണ്ടെന്ന പേരിൽ BPL റേഷൻ കാർഡ് നഷ്ടപ്പെട്ടു. നെന്മാറ അയലൂർ കൽമുക്ക് സ്വദേശി ഹാജിറുമ്മയ്ക്കാണ് ഈ ദുരവസ്ഥ. BPL ആനുകൂല്യങ്ങളും പെൻഷനും കൊണ്ട് ജീവിക്കുന്ന ഹാജിറുമ്മയ്ക്ക് ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് സിവിൽ സപ്ലൈസിന്റെ പിഴവിലൂടെ. പാലക്കാട് നെന്മാറയിൽ വളരെ ദുരവസ്ഥയിൽ കഴിയുന്ന ഒരു BPL റേഷൻ കാർഡ് ഉടമ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ APL കാർഡിലേക്ക് മാറി. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നും, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BPL നിന്നും APLിലേക്ക് മാറ്റപ്പെട്ട പാലക്കാട് നെന്മാറയിലെ കൽമുക്ക് സ്വദേശിയായിട്ടുള്ള ഹാജിറുമ്മ എനിക്കിപ്പോൾ ഉണ്ട്. ഉമ്മ, എങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് BPL APLിലേക്ക് മാറിയത്? അരി മേടിക്കാൻ പോയി. എവിടെ? റേഷൻ കടയിൽ അരി മേടിക്കാൻ പോയപ്പോൾ നോക്കിയപ്പോൾ എന്താ അതിൽ വെള്ളക്കാരട്, ഇതിൽ എന്താ ഉമ്മ ഈ ചോപ്പിൽ ഇങ്ങനെ വെള്ളക്കാരട് കുത്തി ഇറക്കണമെന്ന് ചോദിച്ചു. ഇതിൽ കുത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല പറഞ്ഞു. നിങ്ങൾ അറിയില്ല ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കാര്യം ചെയ്യും, അരിയില്ല, നിങ്ങൾ ചിറ്റൂർ പോയി നാളെ പറഞ്ഞു. ചിറ്റൂർ പോയപ്പോൾ അവർ പറഞ്ഞു ഇതിലിങ്ങനെ സീല് കുത്തിയിട്ടുണ്ട് പറഞ്ഞു. അതെന്താ അത് ചോദിച്ചു. നിങ്ങൾക്ക് 1 ഏക്കർ സ്ഥലവും 5 സെന്റ് സ്ഥലമുണ്ടല്ലോ പറഞ്ഞു. എനിക്ക് 3 സെന്റ് സ്ഥലമുള്ളൂ, എനിക്ക് 5 സെന്റ് അങ്ങനെ വന്ന് ചോദിച്ചു. അപ്പോൾ ഏക്കര എവിടെ നിന്ന് ചോദിച്ചു. ഇല്ലാലോ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വില്ലേജിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വരികയും പറഞ്ഞു. അപ്പോൾ വില്ലേജിൽ വന്ന് അവർ ഈ 3 സെന്റ് സ്ഥലത്തിൻ്റെ എഴുതി തന്നതാണ്. അതുകൊണ്ട് അവിടെ പോയപ്പോൾ നോക്കിയപ്പോൾ ഈ ചീട്ട് നോക്കിയങ്ങാണ്ട് ചീട്ടിനെ അങ്ങനെ അവർ വെട്ടിക്കളഞ്ഞ് വെള്ളക്കാരെടുത്ത് തന്നു. അപ്പോൾ എന്താ മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്തു ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പറ്റുള്ളൂ, ഇതിൽ നോക്കിയപ്പോൾ അങ്ങനെ കാണുന്നു 1 ഏക്കർ സ്ഥലവും 5 സെന്റ് സ്ഥലവും ഉണ്ടല്ലോ. ഇതെന്താ മക്കളെ നിങ്ങൾ 3 സെന്റോളം നിങ്ങൾ വരിയും എൻ്റെ കൂടെ വരികയും പറഞ്ഞു. അവർ പറയുന്ന ഉമ്മാക്ക് 1 ഏക്കർ സ്ഥലം ഉണ്ട് എന്നാണ്. 1 ഏക്കർ സ്ഥലം ഉണ്ട്. ശരിക്കും ഉണ്ടോ? എവിടെ മകനെ, ഞാൻ ഈ കണ്ടങ്ങളൊക്കെ പോയി ഒന്നായിട്ട് എടുക്കട്ടെ മകനെ. ഞാൻ എവിടത്തെ എടുക്കുക? ഞാൻ കർഷക തൊഴിലാളിയാണ്, ഞാൻ പാടത്തെ പണി ചെയ്യുന്നവളാണ്. നമുക്ക് ആകെ ഈ 3 സെന്റുള്ള ഈ സ്ഥലവും വീട് തന്നെ ഉള്ളൂ? ഇത് തന്നെ ഉള്ളൂ. ഇത് മകളുടെ പേരിലാണ്? ഇത് മകളുടെ പേരിൽ. എനിക്ക് പൈസ ആയി പറഞ്ഞപ്പോൾ സൊസൈറ്റിയിൽ എന്നെ പറ്റില്ല. അപ്പോൾ അവളുടെ പേരിലെടുത്തിട്ടാണ് അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പോൾ അവൾ വീട്ടിലുണ്ട്, പിന്നെ കടം വീട്ടാൻ എനിക്ക് ആളില്ല. അപ്പോൾ വെപ്പിരിയും വന്ന് കിടക്കുന്നുണ്ട്. 2 ലക്ഷം കൊടുത്തതിനിപ്പോൾ 4 ലക്ഷമായിട്ടുണ്ട് പലിശ അടക്കാം. 6 കൊല്ലമായി കെട്ടിയിട്ടില്ല. BPLിലേക്ക് കിട്ടുന്ന ഈ അരിയും ഗോതമ്പും മണ്ണെണ്ണയും കൊണ്ട് ജീവിച്ചിരിക്കുന്നു. അതിൽ പോയി ഈ തവണ പോയിട്ട് ഇതപ്പോൾ 100 റുപ്യയും കൊണ്ട് പോയിട്ട് ഗോതമ്പുമില്ല, മാവുമില്ല, ഒന്നുമില്ല. എന്തായാലും ഹാജിറുമ്മയുടെ ഈ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ടതാണ്. കാരണം അവരൊരു കർഷക തൊഴിലാളിയാണ്, ഒരു അസുഖബാധിതയായിട്ടുള്ള സ്ത്രീയാണ്. മാത്രമല്ല ബാങ്കിൽ നിന്ന് ജപ്തി വന്നു കിടക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിന്. ഇവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി പരിശോധനകൾ നടത്തി വീണ്ടും BPL കാർഡ് ആക്കി നൽകേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.